കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിലെ ശുചിമുറികളിൽ വെള്ളമില്ല. രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലായതോടെ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചിരിക്കുകയാണ്. അഞ്ജന ശ്രീമാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അഞ്ജന, എന്താണ് ശരി ആളുകളുടെ പ്രതികരണം കേട്ട ശേഷം? വന്നപ്പോൾ തുടങ്ങി 2 മാസത്തോളം വെള്ളം ഇടക്കൊക്കെ ഇല്ലാതിരിക്കും. സ്ഥിരമായിട്ട് ഇങ്ങനെ ആഴ്ചകളോളം വെള്ളം ഇല്ലാതിരിക്കുന്ന അവസ്ഥയുണ്ടോ? അങ്ങനെയില്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം. ഇതിപ്പോൾ ഇന്നലെ മുതലാണോ വെള്ളം ഇല്ലാതായത്? ഇല്ലാത്തതില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ പേഷ്യന്റിനും നിങ്ങൾക്കും? എന്തിനാണ് ബുദ്ധിമുട്ട്? കാരണം ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത പേഷ്യൻ്റാണ്. അവർക്ക് പോകാനൊക്കെ നല്ല റിസ്ക് ഉണ്ട്. രാവിലെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നില്ല? രാവിലെ കുറച്ചേ പോകുന്നേ ഉള്ളൂ. തേട്ടും കക്കൂസ് തേച്ച് തന്നവരെ വെള്ളമില്ല. എന്തെങ്കിലും അറിയിപ്പ് തന്നിരുന്നു ഇങ്ങനെ വെള്ളം ഉണ്ടാവില്ല എന്നുള്ള? ഒന്നും പറഞ്ഞില്ല. അഞ്ജന സുകുമാരനുണ്ട്. അഞ്ജന, ഈ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഏതൊരു ആശുപത്രി ആയിട്ടോ അവിടെയൊക്കെ വെള്ളമില്ലാതെ ഇങ്ങനെ ആളുകൾ വന്ന് പിടിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരിതമാണ്. ഇതെന്താ ഒരു സംവിധാനം ഇല്ലേ അവിടെ? വളരെ ദുരിതമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ, മലബാറിലൊക്കെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണിത്. നിരവധി രോഗികൾ ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെയാണ് 2 ദിവസമായിട്ട് വെള്ളമില്ലാത്ത ഒരവസ്ഥയുള്ളത്. വാർഡിലെ ശുചിമുറിയിലേക്കും മറ്റും 2 ദിവസമായി വെള്ളം ഇല്ല. ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഇവിടേക്ക് വെള്ളം എത്തുന്നില്ല. ടാങ്കർ ലോറികളിലാണ് ഇന്നും മറ്റുമൊക്കെ ആയിട്ട് ഇവിടേക്ക് വെള്ളം എത്തുന്നത്. ഇവിടെ ഒരു വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണോ? അതെ, വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ലതായിട്ട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പ്രശ്നത്തിലാണുള്ളത്. ഇന്നലെ മുതലാണ് ഇവിടെ വെള്ളമില്ല. 2 ദിവസമായി ഇവിടെ വെള്ളം ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾക്ക് പേഷ്യൻറ്റിൻ്റെ ലീസ്റ്റുമായി പുറത്ത് പോയി വാങ്ങുന്നതിടയ്ക്ക് വെള്ളം കൊണ്ടുകൂടി റൂമിലേക്ക് പോകാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടായി. രാവിലെ മുതലൊക്കെ ഈ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്തിരുന്നത്? ഞങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ബോട്ടിൽ വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കഴിവ് പോലും ഞമ്മക്കില്ല. നമുക്കിവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഈ ഒരു അവസ്ഥയിൽ 2 ദിവസമായി വെള്ളത്തിൻ്റെയും കൂടിയും അനുഭവിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം ഒന്ന് കാണിച്ചു തരണം. ഇതിപ്പോൾ ഒരു വലിയ 2 ലിറ്ററിൻ്റെ കുപ്പിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇതിൽ മാത്രം വെള്ളം കൊണ്ടുപോയാൽ അതിനുള്ള ആവശ്യത്തിനുള്ള തികയുമോ? തികയൂല. ഈ ബോട്ടിലുള്ള വെള്ളം പോലും ഞങ്ങൾക്ക് തികയില്ല. പിന്നെ പേഷ്യൻറ്റിന് ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വെള്ളത്തിനുള്ള പരിഹാരം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഈ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് അപ്പുറത്ത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നത്. വെള്ളം അവിടെ എത്താൻ ഉള്ള സൗകര്യക്കുറവ് വന്നതെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ചേട്ടാ, ഒരുപാട് ദിവസമായോ ഇവിടെ ഇത്തരത്തിൽ വെള്ളത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്നു? 2 ദിവസം ഉണ്ടപ്പോൾ കോഴിക്കോട് പറയട്ടെ 2 ദിവസം ഉണ്ടപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അതെ, ഇന്നലെ 2 മണിക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരും പല്ലേച്ചില്ല, കുളിച്ചില്ല. 2 ദിവസമായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പേഷ്യൻറ്റ് ഇപ്പോൾ പല്ലേച്ച് കുളിച്ചിട്ട് 2 ദിവസം ഉണ്ടാവും. എന്ത് ചെയ്യാനാ? ഇവർ പാസിൻ്റെ പക്ഷേ ഇപ്പോൾ 4 ബ്ലോക്കായിട്ടുണ്ട്. 4 ബിൽഡിംഗ് ഉണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഒരു പേഷ്യൻ്റെ കൂടെ 2 പേരെ നിർത്തുള്ളൂ. ആകെ ഒരു പാസ്സാണുള്ളത്. ഒരു പേഷ്യൻ്റെ കൂടെ എന്തായാലും ഒരാൾ നിൽക്കേണ്ടി വരും. ഒരു എമർജൻസി കേസ് ഒരാൾ എന്തായാലും വേണ്ടി വരും. ബാക്കി മറ്റേ ആളാണ് ഈ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾക്ക് മുഴുവൻ പോണത് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഒരു ബിൽഡിങ്ങിൽ, മറ്റേ ടെസ്റ്റ് ഇപ്പോൾ വേറെ ബിൽഡിങ്ങിൽ. 4 ടെസ്റ്റിന് 4 ബിൽഡിങ്ങിലാവും. ഇയാൾ കോണിപ്പടിയും ഇതൊക്കെ കയറി വരുമ്പോഴത്തേക്ക് അയാൾ അതായോ വെള്ളം കുടിക്കാൻ. മറ്റൊരു ബുദ്ധിമുട്ട് കൂടി പറയുകയാണ്, ആളുകളെ നിർത്താത്തതിൻ്റെ പാസുമൊക്കെയായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട്. ഇപ്പോൾ പക്ഷേ വെള്ളമില്ലാത്തതിൻ്റെ ഒരു ക്രൈസിസ് ആണ് ആളുകൾ അനുഭവിക്കുന്നത്. രോഗികളുടെ കൂട്ടിരിപ്പുകാർ വന്ന് വെള്ളം പിടിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. എത്രയും വേഗം പരിഹാരം കണ്ടെത്തുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അടിക്കടി ഓരോരോ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.